5 മിനിറ്റിൽ നമുക്ക് ഒരു പിസ്സ ബൈറ്റ്സ് ഉണ്ടാക്കിയാലോ. ഇതിനകത്ത് മൈദയൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തിയായ ഒരു പിസ്സയാണ്. കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിലും വീട്ടിലിരുന്ന് 4 മണിക്കാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല ഒരു അടിപൊളി പിസ്സയാണ്. വലിയവർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. വളരെ ടേസ്റ്റിയായ ഒരു പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് 1 കപ്പ് സ്വീറ്റ് കോണാണ്. ഇത് നല്ല ഫ്രഷ് സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പച്ചമുളക് ചേർക്കേണ്ടതുണ്ട്. അതും ചേർത്ത് 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരിക. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റായ രൂപത്തിലൊന്ന് അരച്ചിട്ടുണ്ട്. ഈ പരുവത്തിലാണ് ഇതിനെടുക്കേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും അല്പം ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് കുരുമുളക് പൊടി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തു. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി അടുപ്പത്ത് വയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അപ്പച്ചട്ടിയാണ്. അപ്പച്ചട്ടി ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റേതോ അല്ലാത്തതോ ഒക്കെ. അപ്പോൾ അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ബട്ടർ തന്നെയാണല്ലോ നല്ലത്. അത് കാരണം ഞാൻ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ എല്ലാ ഹോളിനകത്തേക്കും തേച്ച് കൊടുക്കണം ബ്രഷ് കൊണ്ട്. എന്നിട്ട് നമുക്ക് ഈ മിശ്രിതം ഓരോന്നും സ്പൂണ് കൊണ്ട് ഒഴിച്ച് ഇതൊന്ന് പരത്തിയെടുക്കണം. നല്ലോണം വിട്ടുപോരും, ഒരു കുഴപ്പമില്ല. ചൂടായതിന് ശേഷം ഒഴിച്ചാൽ മാത്രം മതി. ഇതൊരു 3 മിനിറ്റ് നേരം നമുക്കൊന്നത് കുക്ക് ചെയ്യാനായിട്ടൊന്ന് മൂടി വയ്ക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ എല്ലാം അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വളരെ ടേസ്റ്റിയായ ഒരു പിസ്സയാണ്. എല്ലാവർക്കും പിസ്സ ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണല്ലോ. അപ്പോൾ മൈദ ഇല്ലാതെ നമുക്ക് ഹെൽത്തിയായ ഒരു പിസ്സയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ ആവശ്യമുണ്ട്. ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 4/1 ഭാഗം. അതുപോലെ തന്നെ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. സ്വീറ്റ് കോണും ഒരു 5-6 കഷ്ണം അതും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു പനീറാണ്. നമുക്ക് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. പനീർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പനീർ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടതാണ്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഇത്തിരി ഹെൽത്തി നല്ല ഹെവിയൊക്കെ ആയിട്ടിരിക്കട്ടെ. കുട്ടികൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പനീറും അതുപോലെ ചീസും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് പനീർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് പൊടിയായിട്ടൊന്ന് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ പൊടിച്ച് കൈ കൊണ്ട് തന്നെ ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് വീണ്ടും കുറച്ച് കുരുമുളക് ഇടുകയാണ്. എരിവിനനുസരിച്ചിടണം. പിന്നെ പേരി മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. അല്പം ഉപ്പും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒരു ടേസ്റ്റിനും കാണാനൊരു ഭംഗിക്കും വേണ്ടി ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഇരിക്കുന്ന അപ്പത്തിൽ ഒഴിച്ചിരിക്കുന്ന പിസ്സ ബേസ് എല്ലാം ഒന്ന് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് പോരുന്ന ഒരു പാകത്തിനാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആദ്യമേ തന്നെ പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിലും ടൊമാറ്റോ സോസ് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പിസ്സ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിസ്സ സോസാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പിസ്സയുടെ ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണിതും. അതുകൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കറി മിശ്രിതം ഉണ്ടല്ലോ, പനീറും തക്കാളിയൊക്കെ, അത് കുറച്ചും ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിൻ്റെയും മേലെ കുറച്ച് വീതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം പനീറോ അല്ലെങ്കിൽ ചീസാണ് നല്ലത്. എൻ്റെ കയ്യിൽ ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലയിൽ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ കഷ്ണം ചീസും കൂടി വെച്ചു. അപ്പോൾ ഇത് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചീസും വെച്ച് കൊടുത്തു. ഇനി അതിന് മുകളിൽ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് വെച്ച് കൊടുക്കാം. ഇത്രയും മതി. അപ്പോൾ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ വെക്കാം കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ എരിവ് സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെങ്കിലും കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിൻ്റെ മുകളിലൊന്ന് തൂകുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പിസ്സ വീണ്ടും 2 മിനിറ്റ് കൂടി വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ആക്കി കൊടുക്കുക.
അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് ഇതാ നമ്മുടെ പച്ചക്കറിയൊക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ പിസ്സയുടെ ചീസും ഒക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു നേരത്തെ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനോ, സ്കൂളിൽ നിന്ന് വരുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്ന് നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് എവിടെ നിന്നാണ് കാണുന്നതെന്ന് കൂടി എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് താങ്ക് യു ഞാൻ പറഞ്ഞേനെ. അപ്പോൾ എത്രയും എന്നെ സപ്പോർട്ട് ചെയ്തു. ഇനിയും എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു.